بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبالسند المتصل مني إلى الشيخ الإمام الحافظ أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه قال حدثنا محمد بن سلام قال أخبرنا عبدة عن هشام عن أبيه عن عائشة رضي الله عنها وعنهم أنها قالت كان رسول الله صلى الله عليه وسلم إذا أمرهم من الأعمال بما يطيقون قالوا إنا لسنا كهيئتك يا رسول الله إن الله قد غفر لك ما تقدم من ذنبك وما تأخر فيغلب حتى يعرف الغضب في وجهه ثم يقول إن أتقاكم وأعلمكم بالله أنا ഈ ഹദീസിലെ സനദിനെ സംബന്ധിച്ച് തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ യാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ഇദാ അമറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ചാൽ, അമറ നബി തങ്ങൾ കൽപ്പിക്കും, ഹും അവരോട്, മിനൽ അഅ്മാലി സൽക്കർമ്മങ്ങളാൽ അവരോട് കൽപ്പിക്കും, ബിമാ ഒന്നുകൊണ്ട് കൽപ്പിക്കും, യുതീഖൂന അവർ ആവതാകും അവർക്ക് കഴിയും അങ്ങനെയുള്ള ഒന്നുകൊണ്ട് കൽപ്പിക്കും. ഖാലൂ അവർ പറയുകയും ചെയ്യും. രണ്ടാമത്തെ ജവാബാണ് ഇദാ അമറഹും. അങ്ങനെ ഇദാ അമറന്റെ ജവാബാണ് അമറഹും. അവിടെ വേറെ റിവായത്തുണ്ട് ഇദാ അമറഹും മിനൽ അഅ്മാലി മാ യുതീഖൂൻ ഖാലൂ. അങ്ങനെയും റിവായത്തുണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും അവരവർ കഴിയുന്ന കാര്യങ്ങളെ അവരോട് കൽപ്പിക്കുള്ളൂ. അങ്ങനെ കൽപ്പിക്കുമ്പോൾ ഖാലൂ അവർ പറയും, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ലസ്ന ഞങ്ങളല്ല, കഹൈഅതിക തങ്ങളെപ്പോലെയല്ല, ഞങ്ങൾ തങ്ങളെപ്പോലെയല്ല. ഒന്നിക്കൽ അങ്ങനെ അർത്ഥം വെക്കുക. അപ്പോൾ ഹയ്യത്ത് എന്നുള്ളത് തേക്കിയതിന് വേണ്ടി സായിദായി കൊടുത്തത്. അല്ലെങ്കിൽ ലസ്ന ഞങ്ങളുടെ ഹാലല്ല, ലൈസ ഹാലുന ഞങ്ങളുടെ ഹാലല്ല, കഹയ്യതിക തങ്ങളുടെ ഹാല് പോലെയല്ല. യാ റസൂലല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെയും നിങ്ങളുടെയും ഹാല് രണ്ടും രണ്ടാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതുകൊണ്ട് തങ്ങൾ, ഒന്നിരിക്കൽ ഇങ്ങനെ അർത്ഥം വെക്കുക, തങ്ങളുടെ അമലുകൾ കുറവാകുന്നത് പോലെ. നേരത്തെ നമ്മൾ ഹദീസ് വായിച്ചാൽ ഹദീസിൽ നബി തങ്ങളെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ അടുക്കൽ മൂന്നാൾ വന്നു. നബി തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അമൽ കുറവായി തോന്നി. അത് വെച്ചിട്ടാവായി പറയുന്നത്, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, നിങ്ങൾക്ക് അപാകതയായി ഒന്നും തന്നെ വരാനില്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് നിങ്ങൾ.
അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും വ്യത്യാസമുണ്ട്, ഞങ്ങൾക്ക് അമൽ കുറെ കൂടുതൽ ചെയ്യേണ്ടതുണ്ട് എന്നവർ പറയും. ഇത് പറയുമ്പോൾ ഫയഗ്ളിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം പിടിക്കും. ഏതുവരേക്കും ഹത്താ യുറഫൽ ഗളബു, ദേഷ്യം അറിയപ്പെടുന്നത് വരേക്കും ഫീ വജ്ഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൽ അതറിയും. മുഖത്തിനിക്ക് ദേഷ്യം വന്നാലുണ്ടാകുന്ന ആ ചുവപ്പ് വരും, മുഖം പരിവർത്തനമാകും. സുമ്മ യഖൂലു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇന്ന അത്ഖാകും വഅലമകും ബില്ലാഹി അനാ, ഞാൻ ഉൾക്കൊള്ളുന്ന നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ളവൻ. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ചെയ്യുകയും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആ തഖ്വ, ശാരീരികമായ അമലുകൾ, അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നവൻ. അതുപോലെ അഅലമകും, നിങ്ങളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ചുള്ള ഖൽബിയായ ഈമാൻ, കൽബിൻ്റെ പ്രവൃത്തിയാകുന്ന കസ്ബാകുന്ന ആ ഈമാനാകുന്ന കാര്യങ്ങളെ കൂടുതലായി ചെയ്യുന്നവനും ഞാനാണ്. അപ്പം നിങ്ങൾ എന്നെ ചെറുതാക്കരുത്. ഇതിൽക്ക് ഹദീസിനർത്ഥം വെക്കാം, നിങ്ങൾ എന്നെ ചെറുതാക്കരുത്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്ന് എല്ലാവിധ മഗ്ഫിറത്തും ലഭിച്ച ആളായതുകൊണ്ട് ഞാനൊരു അമൽ കുറഞ്ഞ ആളാണ്, അമൽ ചെയ്യാത്ത ആളാണ്. അത്യാവശ്യം കുറച്ച് ചെയ്തിട്ട് എല്ലാം തേഞ്ഞു, എല്ലാം കിട്ടും എന്നതായിരിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. തെറ്റാണത്. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവൻ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കുന്നവൻ, ആ വിഷയത്തിൽ ഏറ്റവും വലിയവൻ ഞാനാണ്. അതുപോലെ എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുറാഖബയിലായി അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ച് കൂടുതലായി മനസ്സിൽ വിലയിരുത്തുന്നവൻ, മഅരിഫത്തും ബില്ലാഹിന്റെ ആള്, അതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് മഗ്ഫിറത്ത് ലഭിച്ചു എന്നതുകൊണ്ട് അത് അമലിനെ കുറക്കണം എന്നല്ല തേടുക. അതിൻ്റെ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തയ്ച്ചു തന്നു എന്ന് മനസ്സിലാക്കി മൂലകരിക്കല്ല വേണ്ടത്. അല്ലാഹുവിനെ അറിയുന്നവർ, അല്ലാഹു കൂടുതൽ അനുഗ്രഹം ചെയ്തവർ, അവർ അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലായി കൂടുതലായി ജീവിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്നത് ന്യായക്കേടാണ്, തെറ്റാണ്. നിങ്ങൾക്ക് അമൽ കൂടുതൽ വേണം, കാരണം നിങ്ങൾ എൻ്റെ മാതിരിയല്ല, മഗ്ഫൂരീങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അമൽ തോന വേണം, എനിക്ക് അമൽ കുറവാണ് എന്നുള്ള ധ്വനി വരുന്ന പ്രയോഗം ഒരിക്കലും പ്രയോഗിച്ചൂടാ. കാരണം ഞാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നവനും ഖൽബിയായും ജസദിയായും എല്ലാ അമലിലും ഏറ്റവും കൂടുതലുള്ളവൻ ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമൽ കുറവായിരുന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമൽ കുറവല്ലല്ലോ. ഇവര് മനസ്സിലാക്കിയ മാതിരി ഈ പറയുന്ന സ്വഹാബത്തുകളിൽ നിന്നുള്ള ചിലരുടെ സംഭാഷണമാണത്. അവർ മനസ്സിലാക്കുന്ന മാതിരി നബി തങ്ങൾ രാത്രി മുഴുവനും നിസ്കരിക്കണം, നബി തങ്ങൾ പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കണം. അല്ലാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമാനം ലഭിക്കണമെങ്കിൽ ഭാര്യമാരുമായുള്ള ഒരു സമ്പർക്കവും പാടില്ല. മുഴുവൻ സമയം ഇബാദത്തിൽ തന്നെ, ലാഹിരിയായ ഇബാദത്തിൽ മുഴുകണം എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ചിന്തിച്ചത്. അത് കഴിയുന്ന കാര്യമല്ല. അമൽ എന്നൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കൊണ്ട് എപ്പോഴും ദായിമാക്കാൻ കഴിയുന്ന കാര്യമാവണം. എന്നാൽ ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നവൻ ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതം
മുഴുവനും ഒരു സെക്കൻഡ് ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇബാദത്തിലാണ്. എത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറ്റുള്ളവരോട് വിരോധിച്ചൊരു കാര്യം, അത് നബി തങ്ങൾ ആ വിരോധം കറാഹത്തിന്റെ വിരോധമാണ്, തെഹ്രീമിന്റെ വിരോധമല്ല. ബയാനുൽ ജവാസിന് വേണ്ടി റസൂലുള്ളാഹി ചെയ്താൽ, മറ്റുള്ളവർ ചെയ്താൽ കറാഹത്താകുന്ന കാര്യം അത് നബി തങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്നത് അത് റസൂലുള്ളാഹി തങ്ങളുടെ തബ്ലീഗിന്റെ ഭാഗമാണ്, ഫർളാണ്, ബയാനാണ്. നബി തങ്ങൾക്ക് അത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ്, അത് ഫർളാണ് നബി തങ്ങളാ ചെയ്തത്. കാരണം ബയാൻ ചെയ്യൽ നബി തങ്ങൾക്ക് ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അമൽ കുറവാണ് എന്ന് മഗ്ഫിറത്ത് ലഭിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്ന മാതിരി നിങ്ങൾ ചെയ്താൽ പോരാ, ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ ചെയ്താൽ പോരാ, അതിലേറെ ചെയ്യണം എന്ന് തന്നെ നിങ്ങൾ തിരുത്തിയേ പറ്റൂ. ഇതാണ് ഈ ഹദീസിൻ്റെ ഒരർത്ഥം. ഈ ഹദീസിൻ്റെ മറ്റൊരർത്ഥം, ഖാലു ഇന്നാ ലസ്നാ കഹിയതിക യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഫയഗ്ളിബു. ഇവിടെ സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ, തങ്ങൾക്ക് യാതൊരു ചോദ്യങ്ങളോ ഉത്തരവാദിത്തങ്ങളോ കുറ്റങ്ങളോ ഉണ്ടാവാത്ത ആളാണല്ലോ തങ്ങൾ. എന്നിട്ട് പോലും തങ്ങൾ വലിയ ഇബാദത്തിൻ്റെ ആളല്ലേ. തങ്ങൾ ധാരാളമായി അതിനെ നോക്കിയാൽ കാണാം. പിന്നെ ഞങ്ങൾ ദോഷം ധാരാളം ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ദോഷങ്ങളെ പൊറുക്കാൻ വേണ്ടിയും അതിന് അപ്പുറവും അമൽ ധാരാളം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന മാതിരി എങ്കിലും ചെയ്യാനുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് നൽകണം. കാരണം ഞങ്ങൾ തങ്ങളെ മാതിരിയല്ല, തങ്ങൾ മഗ്ഫൂറായിട്ട് പോലും തങ്ങൾ ധാരാളം അമൽ ചെയ്യുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമല്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് വന്ന് ചോദിച്ചു, അയ്യാല ബിൻ മംലകിൻ റളിയല്ലാഹു അൻഹു അന്നഹു സഅല ഉമ്മ സലമ റളിയല്ലാഹു സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖിറാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസലാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ പറ്റിയും നബി തങ്ങളെ ഖിറാഅത്തിനെ പറ്റിയും ചോദിച്ചു. ഖിയാമുൽ രാത്രിയിലുള്ള തഹജ്ജുദുൽ നിസ്കാരത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. ഫഖാലത്ത് വമാ ലക്കും വസലാത്തുഹു, നിങ്ങൾക്ക് എന്താ നബി തങ്ങൾ നിസ്കാരത്തോടു കൂടെ നബി തങ്ങൾ നിസ്കാരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് പറയാണ്, കാന യുസല്ലി സുമ്മ യനാമു ഖദ്റ മാ സല്ലാ, നബി തങ്ങൾ നിസ്കരിക്കും, എന്നിട്ട് കുറച്ച് ഉറങ്ങും, നിസ്കരിച്ച് അത്ര സമയം ഉറങ്ങും, പിന്നെയും എഴുന്നേറ്റ് നിസ്കരിക്കും, പിന്നെയും അത്ര സമയം ഉറങ്ങും, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കും, പിന്നെയും അത്ര സമയം ഉറങ്ങും. ഇങ്ങനെ നേരം വെളുക്കുന്നത് വരേക്കും കുറച്ച് സമയം ഉറങ്ങും, കുറച്ച് സമയം നിസ്കരിക്കും, കുറച്ച് സമയം ഉറങ്ങും, പിന്നെയും നിസ്കരിക്കും. അങ്ങനെ രാത്രിയിൽ കഴിച്ചു കൂട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ കൊണ്ടാ കഴിയുക? ചിന്തിച്ച് നോക്കിയാൽ അറ്റമില്ലാത്ത വിഷയങ്ങളാണത്. അതുപോലെ ഈ പറഞ്ഞ ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ച ഹദീസ് അബൂ ദാവൂദ് തുർമുദി നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖുദൈഫ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്, മുത്തഫഖ് അലൈഹിയായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഞാൻ നിസ്കരിച്ചു, തഹജ്ജുദാണ്, ഖിയാമുൽ ലൈലാണ്. നബി തങ്ങൾ അൽ ബഖറ സൂറത്ത് ഓതി. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ കരുതി, ഒരു 100 ആയത്ത് ഓതിയ നബി തങ്ങൾ റുക്കൂ ചെയ്യുമായിരിക്കും. 100 ആയത്തും കഴിഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ അങ്ങനെ സംസാരിച്ചു, ഞാൻ മനസ്സിലങ്ങനെ കരുതി നബി തങ്ങൾ ഈ അൽ ബഖറ കഴിഞ്ഞാൽ റുക്കൂ പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അൽ ബഖറയും കഴിഞ്ഞു. പിന്നെ സൂറത്തുൻ നിസാ തുടങ്ങി. ഹദീസിൽ അങ്ങനെ സുമ്മഫ്തഹ നിസാ ഫഖറഹ സുമ്മഫ്തഹ അൽ ഇംറാൻ.
പിന്നെ ആ നിസാ സൂറത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ സൂറത്ത് ആൽ ഇമ്രാൻ തുടങ്ങി. അതിനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് വളരെ സാവകാശം മുത്തറസ്സിലായി, ഓരോരോ ആയത്തുകൾ ഓരോരോ ഹർഫുകൾ ഒളിവാക്കിയും കൊണ്ട്. മാത്രവുമല്ല തസ്ബീഹിൻ്റെ ആയത്ത് കാണുമ്പോൾ തസ്ബീഹ് ചെല്ലും. വല്ല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആയത്ത് വന്നാൽ അവിടെ ചോദിക്കും. വല്ല വിഷയത്തിൽ കാവലിനെ തേടേണ്ട ഘട്ടം വന്നാൽ, പേടിപ്പിക്കുന്ന ആയത്ത് വന്നാൽ റസൂലുള്ളാഹി തങ്ങൾ കാവലിനെ തേടും. ഇങ്ങനെ ഒരൊറ്റ റക്അത്തിൽ അൽ ബഖറ, നിസാ, ആൽ ഇമ്രാൻ ഓതി. ഇന്ന് 3 സൂറത്ത് ഓതി, വലിയ സൂറത്ത്. പിന്നെ നബി തങ്ങൾ റുക്കൂ ചെയ്തു. റുക്കൂൽ സുബ്ഹാന റബ്ബിൽ അളീം എന്ന് ഖിയാമിൻ്റെ ഏകദേശം അത്ര തന്നെ ചൊല്ലി. പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് വന്നു. റുക്കൂ ചെയ്ത് ഏകദേശം അത്ര സമയം ഇഅ്തിദാലിൽ അവിടെ നിന്നു റുക്കൂ ദിക്ർ ചൊല്ലി. പിന്നെ സുജൂദ് ചെയ്തു. സുജൂദിൽ സുബ്ഹാന റബ്ബിൽ അലാ എന്ന് ചൊല്ലി. അത് ഏകദേശം ഖിയാമിൻ്റെ അത്ര ഉണ്ടായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. 772ാമത്തെ ഹദീസായിട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇങ്ങനെ ധാരാളമായി നിസ്കരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ കാലിൽ നിന്ന് നീര് വന്ന്, ഖിയാമിൻ്റെ ദൈർഘ്യം കൊണ്ട് കാലിൽ നിന്ന് നീര് വരും. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു? നിങ്ങൾക്ക് മഗ്ഫൂറല്ലേ? മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖറ, മഗ്ഫൂറല്ല തങ്ങൾ, പിന്നെന്തിനാണ് തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അഫലാ കൂന അബ്ദൻ ശകൂറ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്. ഇങ്ങനെ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിൽ മുഴുകുന്ന നബി തങ്ങളെ കണ്ട സ്വഹാബത്താണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, അങ്ങനെയുള്ള ബിശാറത്തുള്ള തങ്ങളാണ്. ഞങ്ങൾ തങ്ങളെ മാതിരിയല്ല, ധാരാളം തെറ്റുകൾ വരുന്നുണ്ട്. ആ തെറ്റുകൾ ഒന്നും മഗ്ഫൂറാണ് എന്ന് എനിക്കൊരു ഗ്യാരണ്ടിയും തന്നെ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കൂടുതലായി അമൽ ചെയ്യണം. സ്വഹാബത്ത് പലരും അങ്ങനെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോൻപ് നോൽക്കാൻ പറഞ്ഞപ്പോൾ, മാസത്തിൽ 3 എണ്ണം നോൽക്കാൻ പറഞ്ഞപ്പോൾ മഹാനവർ പറഞ്ഞ എന്താ, എനിക്ക് അതിലേറെ കഴിയും. 2 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം നോമ്പ് മുറിച്ചു, 1 ദിവസം നോമ്പ് ഓർക്കാൻ വേണ്ടി. 2 ദിവസം 1 ദിവസം ആഴ്ചയിൽ ദിവസങ്ങളിൽ 2 ദിവസം ഇടവിട്ട് നോമ്പ് ഓർക്കാൻ പറഞ്ഞു. അവൻക്കതിലേറെ കഴിയും. അങ്ങനെയാണ് 1 ദിവസം നോമ്പ് നോറ്റ് 1 ദിവസം നോമ്പ് മുറിക്കാനുള്ള അവസരം കൊടുത്തത്. അവസാന കാലം ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കഴിയാതെ, ഞാനത് റസൂലുള്ളാഹി പറഞ്ഞ ആ മാസത്തിൽ 3 നോമ്പ് പിടിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെല്ലാം പറഞ്ഞവരുണ്ട്. അവസാന കാലത്ത് ഒരു മാസത്തിൽ 15 ദിവസം നോമ്പ്, ചിലപ്പോൾ 4-5 ദിവസം ഒന്നായിട്ട് നോമ്പ് വെൽക്കും, 4 ദിവസം മുറിക്കും, ഇടവിട്ട് നോമ്പ് വെൽക്കാൻ പ്രയാസമായി വന്നു. ഇങ്ങനെ നബി തങ്ങൾ ഓരോരുത്തർക്കും അവരവരാൽ കഴിയുന്നതേ കൊടുക്കുള്ളൂ. മഹാന്മാരായ മശായിഖന്മാർ തർത്തീബും അങ്ങനെ തന്നെയാണ്, എല്ലാവരോടും ഒന്നല്ല കൽപ്പിക്കുക. പലരും അവരവരുടെ അവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ച് കൊടുക്കും. അത് ദായിമാക്കാൻ കഴിയണം. അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ അവരുടെ ആരോഗ്യവും അവരുടെ പശ്ചാത്തലവും അനുവദിക്കുമെങ്കിലും അവരുടെ മരണം വരേക്കും അവർ കൊണ്ടെടുക്കാൻ കഴിയുന്നതിലേക്കുള്ള ഇബാദത്തുകളാണ് ഫർള് ഐനല്ലാത്തത് നിശ്ചയിച്ചു കൊടുക്കൽ. അതാണ് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ചും കൂടുതൽ ചെയ്തുകൂടെ, കാരണം ഞങ്ങൾക്ക് മറ്റ് ധാരാളം കുറ്റങ്ങളുള്ളവരല്ലേ, കുറച്ചും കൂടി കൂടുതൽ ചെയ്യാൻ മൊയ്ത്തൂടെ, ഞങ്ങൾ നിങ്ങളെ മാതിരിയല്ലല്ലോ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനും അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പറ്റി എല്ലാം ധാരാളമായി അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും തഖ്വ നിർണയിച്ചു കൊടുക്കാനുമുള്ള അധികാരവും എനിക്കാണ്. ഓരോരുത്തരെയും അറിയുന്നവനും ഞാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറം നിങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിയണ്ട. അത് നിങ്ങൾക്ക് അപകടമാണ്. ഞാൻ പറയുന്നതേ ചെയ്തോളൂ. എൻ്റെ മാതിരിയാവാനോ അതിനേക്കാൾ കൂടുതൽ ചെയ്യാനോ നിങ്ങൾക്ക് കഴിയില്ല. ഈ പറയുന്ന മാതിരി തന്നെ നിങ്ങൾ ചെയ്താൽ മതി.
കാരണം എല്ലാം അറിയുന്നവനും എല്ലാം അറിയുന്നവനും ആ തഖ്വന്റെ എല്ലാ ബാബുകളും സ്വയമായി ചെയ്യേണ്ടതും മറ്റുള്ളവർ ചെയ്യിപ്പിക്കേണ്ടതും അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടാൽ മതി. ഈ രണ്ടാമത്തെ അർത്ഥത്തിനേക്കാളും മഹാന്മാർ മുൻഗണന നൽകിയത്, ഇമാം ബുഖാരി അടക്കം മുൻഗണന നൽകിയത് ഒന്നാമത്തെ അർത്ഥത്തിനേക്കാണ്. രണ്ട് നിലക്കാണ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ സ്വഹാബത്തുൽ കിറാം ഈ ഹദീസിൽ പറയുന്നത് ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. പരിശുദ്ധ ഖുർആനിൽ കാണാം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിയത് മഗ്ഫൂറാകുക, പിന്തിയത് മഗ്ഫൂറാകുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്കിവിടെ നല്ലൊരു ബഹസുണ്ട്, പലരും ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ബഹസുകൾ. ശൈഖുന പറയുന്നത് ദംബ് എന്ന് പറയുന്നത് ദനബ് എന്നതിൽ നിന്ന് വന്നു പോന്നതാണ്. ദമ്പും ധനബും തമ്മിൽ യോജിപ്പുണ്ട്. ധനബ് എന്നാൽ നിഘണ്ടു അർത്ഥത്തിൽ കൊണക്കും നോക്കിയാൽ കാണാം താബ്യ, ബഖിയ്യത്ത്, ആസാറ് എന്നെല്ലാം നിഘണ്ടു അർത്ഥം കാണാം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് പൊറുക്കുക എന്ന് പറഞ്ഞാൽ, ആ ഗഫറ എന്ന് പറഞ്ഞാൽ സതറ എന്നാണ് അർത്ഥമുള്ളത്. ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട് സത്താർ എന്ന് പറഞ്ഞോടത്ത് ഗഫാർ എന്ന് പറഞ്ഞോടത്ത് സത്താർ, ഗഫറ സതറ എന്നാണ് അർത്ഥമുള്ളത്. അപ്പൊ മാ തഖദ്ദമ ഇന്നല്ലാഹ ഖദ് ഗഫറ ലക, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വച്ചിരിക്കുന്നു. മാ തഖദ്ദമ മിൻ ദംബിക, നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള ജാഹിലിയ ബഖിയത്തുകൾ, ജാഹിലിയ ആസാറുകൾ, അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് പല പ്രവാചകന്മാരെ തൊട്ടും അല്ലാത്തവരെ തൊട്ടും അല്ലെങ്കിൽ പല അന്ധവിശ്വാസങ്ങളും അന്ധാചാരങ്ങളുമുള്ളൊരു സമൂഹത്തിലേക്കാണ് തങ്ങളെ അയച്ചിട്ടുള്ളത്. ആ ഉള്ള എല്ലാ ആസാറുകളെയും കുഴിച്ചു മൂടാൻ വേണ്ടി അള്ളാഹു തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന എന്തെല്ലാം ആസാറുകളുണ്ടോ, ദീനിൻ്റെ ഭാഗമായി എണ്ണപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും കടത്തിക്കൂട്ടലിനെ തൊട്ടുള്ള വരാൻ പോകുന്നതിനെ തൊട്ടെല്ലാം വ്യക്തമായി വളരെ സത്യസന്ധമായി ആർക്കും തിരിയുന്ന നിലക്ക് കുഴിച്ചു മൂടാൻ വേണ്ടി തങ്ങളെ അയച്ചിരിക്കുന്നു. തങ്ങളെ സംബന്ധിച്ച് യാതൊരു തങ്ങളുടെ ദീനിലേക്ക് കഴിഞ്ഞു പോയ ഒന്നും അതിലേക്ക് കടന്നുകൂടൂല. ജൂതന്മാരുടെയോ നസ്രാണികളുടെയോ മജൂസികളുടെയോ മറ്റുള്ളവരുടെയോ കടത്തിക്കൂട്ടലുകൾ ഒന്നും തന്നെ കഴിഞ്ഞു പോയ ഒന്നും തന്നെ തങ്ങളുടെ ദീനിലേക്ക് കടത്തിക്കൂട്ടൂല. ആ നിലക്ക് വളരെ പരിശുദ്ധാത്മാവായിട്ടാണ് തങ്ങൾ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. തങ്ങളുടെ ജീവിതം അത്രയും ശുദ്ധമാണ്, തങ്ങളുടെ വിശദീകരണങ്ങൾ അത്രയും വ്യക്തമാണ്. വമാ തഅഖറ, അവിടെ ദമ്പ് ഉപയോഗിച്ചിട്ടില്ല, ഹദീസിലുമില്ല ഖുർആനിലൊന്നും പറഞ്ഞില്ല. വമാ തഅഖറ മിൻ ദംബിക എന്നല്ല. കാരണം എന്തിനെ തൊട്ട് പിന്തിയത്? തങ്ങളുടെ ദഅവത്തിനെ തൊട്ട് പിന്തിയത്. പിൽക്കാലത്ത് തങ്ങളുടെ ദീനിലേക്ക് മറ്റുള്ള അമ്പിയാക്കളുടെ മതങ്ങളിലേക്ക് ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവാവതാരമാണെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കടത്തിക്കൂട്ടലുകളെ തൊട്ട് തങ്ങളെ ശേഷം കടത്തിക്കൂട്ടലുകൾ തൊട്ട് തങ്ങൾ അല്ലാഹു തആല കാത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണത് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രത്യേകതയാണ് അമ്പിയാക്കളിൽ എന്നുള്ളത് ശൈഖുനാന്റെ പ്രയോഗമാണ് എടുത്ത് എഴുതി വെച്ചതുണ്ട്. നബി തങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ വക്കൽ നിന്ന് ഒരു ദോഷവും ഉണ്ടാവൂല. ഉണ്ടായിക്കഴിഞ്ഞാൽ അവരും മഗ്ഫൂരീങ്ങൾ തന്നെയാണ്.
ദോഷം അല്ലെങ്കിൽ അപാകതകൾ അല്ലെങ്കിൽ ഖിലാഫുൽ ഔലകൾ ഇങ്ങനെയൊക്കെയാണല്ലോ വ്യാഖ്യാനിക്കപ്പെടല്ലേ. ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ദോഷങ്ങൾ അമ്പിയാക്കളെ വക്കൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും പൊറുക്കപ്പെടുന്നതാണ്. പിന്നെ പ്രത്യേകത എണ്ണപ്പെടാൻ പറ്റൂല. ഷഫാഅത്തിന്റെ ഹദീസിൽ കാണാം, ആദം നബി അലൈഹി സ്വലാം മുതലുള്ള ഓരോരോ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെന്ന് അവസാനം ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവർ വിഷയം ഷഫാഅത്ത് ആവശ്യപ്പെടുമ്പോൾ തന്നെ ഈസാ നബി അലൈഹി സ്വലാം എൻ്റെ അടുത്ത് ഇന്നാലിന്ന പ്രശ്നങ്ങൾ വന്നു പോയി എന്ന് പറയുന്നതിന് പകരം നേരെ പറഞ്ഞെന്താ, ഇതോ മുഹമ്മദാ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവണം. ഫഇന്നഹു അബ്ദുൻ ഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. ശഫാഅത്തിന്റെ ഹദീസിൽ നോക്കിയാൽ കാണാം, ഈസാ നബി പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകണം. കാരണം അവർ ഒരു അള്ളാഹുവിൻ്റെ അടിമയാണ്. അവരോട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നും അവരുടെ ദീനിലുണ്ടായിട്ടില്ല. എന്നോട് ചോദ്യമുണ്ട്, അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി. ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ പോകുന്നുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരോട് മുഴുവനും അവരിലേക്ക് ചേർക്കപ്പെടുന്ന പിൻകാലത്തുള്ളവർ അവർ ചെയ്തതായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന പലതും അവരൊക്കെ നിന്നുണ്ടായിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റല്ലെങ്കിലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യാഖ്യാനിക്കപ്പെടുത്തതിൻ്റെ പേരിൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കപ്പെടാത്ത, ഹിസാബ് നേരിടാത്ത ഒരു മഹാപുണ്യാളനാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ അങ്ങോട്ട് പോകൂ, അത് നബിയുടെ ഖുസൂസിയത്താണ്. ഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്ത് മറ്റുള്ള അമ്പിയാക്കൾക്ക് അതുമില്ല. ദോഷം പൊറുക്കുക എന്ന് പറയുന്നത് അമ്പിയാക്കളെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ എല്ലാവർക്കുമുള്ള ഒന്നാണ് നബിയുടെ ഖുസൂസിയത്തല്ല. അത് നബി തങ്ങൾ ശഫാഅത്തിന് വന്ദിക്കുന്ന, നബി തങ്ങൾ ശഫാഅത്തിന് യോഗ്യനാകുന്ന ഒരു സ്ഥാനമായി ഈസാ നബി അലൈഹി സ്വലാം എണ്ണുന്നത് അത് ഖുസൂസിയത്ത് കൊണ്ടായതുകൊണ്ടാണ്. അപ്പം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, ഫത്ഹും മുബീന നിങ്ങൾക്ക് തന്നു, യാതൊരു കളങ്കവുമില്ല, ആർക്കും ഒന്നും കടത്തിക്കൂട്ടാൻ കഴിയൂല, തങ്ങളത് വളരെ വ്യക്തമാണ്. അതിനാൽ യഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നിങ്ങൾ വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ജാഹിലിയ ആസാറുകൾ തങ്ങളുടെ മതത്തിലേക്ക് കടത്തിക്കൂട്ടലിനെ തൊട്ട് സംരക്ഷിക്കാനും അതിനെല്ലാം കുഴിച്ചുമൂടാനും വേണ്ടി. പിൽക്കാലത്ത് മറ്റുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയോ അതുപോലെയുള്ള വേണ്ടാത്തരങ്ങൾ ഒന്നും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ഇന്നി അബ്ദുല്ലാഹ്, അബ്ദ് എന്ന പ്രയോഗം റസൂലുള്ളാഹി എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കും. നബി തങ്ങൾ ഏറ്റവും വലിയ സിഫത്തായിട്ട് എണ്ണുന്നത് അബ്ദ് എന്ന സിഫത്താണ്. ഒരു കാരണവശാലും ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവമാണെന്നോ അവകാശപ്പെടാൻ വാദിക്കപ്പെടാൻ ഒരു നിലക്കും ഒരു ചാൻസും ഇല്ലാത്ത റസൂലുള്ളാഹിന്റെ തബ്ലീഗ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ പ്രചരണം അത് ഫത്ഹും മുബീനാക്കി കൊടുത്തിട്ടുണ്ട്. എന്നല്ലാതെ ദോഷം ചെയ്തു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ച്, അമ്പിയാക്കളില്ലാത്തവരെ സംബന്ധിച്ച് ദംബ് എന്ന് പറഞ്ഞാൽ ദോഷം എന്ന് പറയലുണ്ട്. ആ പ്രയോഗം വ്യാപകമായതാണ്. ഖസ്തലാനി നോക്കിയാൽ കാണാം, ശൈഖുന പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം, ഖസ്തലാനി പറയുന്നുണ്ട് ഈ ദോഷത്തെ പുറത്തു കൊടുക്കൽ രണ്ട് കോലത്തിലുണ്ട്. ഈ വിവരിൽ മറ്റൊരു വിശദീകരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൻ്റെ അർത്ഥം ദമ്പ് എന്നുകൊണ്ട് ദമ്പിനെ തൊട്ട് മറയിട്ടു എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ തങ്ങൾക്ക് തന്നു. തങ്ങൾ ഈ വിഷയം ഇറങ്ങുന്നതിൻ്റെ മുമ്പും ശേഷവും ദോഷം പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് തന്നു. മറ്റുള്ള ജനങ്ങളാകുമ്പോൾ ദോഷം വരാം, ദോഷത്തിൻ്റെയും അവരുടെയും ഇടയിലല്ല, ദോഷത്തിൻ്റെ ശിക്ഷയുടെയും ഇടയിൽ മറട്ടു, സത്തർ ചെയ്തു. രണ്ട് നിലക്കുള്ള സത്തർ.
മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ കഴിയും, പക്ഷെ ആ ദോഷത്തിൻ്റെ ശിക്ഷയെ അല്ലാഹു തആല മറച്ചു വെക്കും. ആ ദോഷത്തെ തന്നെ എടുത്തു കളയും. ദോഷം ചെയ്തതായി കൺകൂട്ടൂല. ചിലപ്പോൾ ആ ദോഷങ്ങളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തായി മാറ്റിമറിക്കും. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. വേറെ തെവീലാണത്. ശംസുലമിൻ്റെ തെവീലാണ്, വളരെ ഉസാറുള്ള തെവീൽ. അപ്പോൾ ഏതായാലും ഇവർ ആവശ്യപ്പെടുന്നതാണ്, നിങ്ങൾക്ക് യാതൊരു സുആലും വരപ്പെടാത്ത, സുആലിനും ഹിസാബിനും നേരിടപ്പെടാത്ത പരിശുദ്ധാത്മാവാണ് തങ്ങൾ. അതുകൊണ്ട് തങ്ങളെ മാതിരി ഞങ്ങൾ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന ഈ കുറഞ്ഞത് ചെയ്താൽ മതിയോ, കുറച്ചും കൂടിയും ധാരാളമായി അമൽ ചെയ്യാനുള്ളൊരു അനുമതി തങ്ങൾ തരണം. നമ്മൾ റസൂലുള്ളാഹി പറയുന്നത്, ഓരോരുത്തർക്കും എന്താണ് നിയന്ത്രിക്കേണ്ടത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളാരും അങ്ങനെ പറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൻ്റെ അവസാനം പറയാണ്, ഫീ ഹാദൽ ഹദീസി ഫവായിദു. ഈ ഹദീസിൽ കുറേ ഫായിദകളുണ്ട്. ഒന്ന്, അന്നൽ അഅ്മാല സ്വാലിഹ തർക്കാ സ്വാഹിബഹാ ഇലൽ മറാത്തിബി സനിയ മിൻ റഫ്ഇദ് ദറജാതി വമഹ്വിൽ ഖതിആത്ത്. സ്വാലിഹായ അമലുകൾ ആ അമൽ ചെയ്യുന്നവനെ ഉയർന്നതായ സ്ഥാനമാനങ്ങളിലേക്ക്, മർത്തബകളിലേക്ക്, ദറജകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ദോഷങ്ങളെ പൊറുക്കലിലേക്കും അത് നയിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത്, ഞങ്ങൾ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾക്ക് അമൽ ചെയ്തെങ്കിലേ ഉയരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ നബി തങ്ങൾ, നിങ്ങളാ പറഞ്ഞത് ശരിയല്ല എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അമൽ ചെയ്യണമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നത് ഞാൻ കഴിയുള്ളൂ, അത് ദായിമാക്കലാണ് നിങ്ങൾക്ക് നല്ലത്. തെറ്റ് നിങ്ങൾ ചെയ്യണ്ട, പക്ഷെ സൽക്കർമ്മങ്ങളിൽ ഒന്നോ രണ്ടോ ചില്ലറ ദിവസങ്ങളിൽ അതിൽ കിടന്ന് കൂടുതലായി ചെയ്തു, പിന്നീട് അത് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു പോകും. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ പതിവാക്കിയാൽ മതി. അമൽ കൂടുതൽ ചെയ്യുന്നത് എപ്പോഴും പ്രോത്സാഹനജനകമാണ് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്. യന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുൻകിർ അലൈഹിം ഇസ്തിലാലഹും വലാ തഅലീലഹും മിൻ ആദിഹിൽ ജിഹാ മൽ മിൻ ജിഹത്തിൽ ഉഖ്റാ. സംഗതി ഞങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾക്കൊണ്ട് കഴിയൂല. ഇതാണ് പ്രശ്നം എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അസാനിയത്തു, രണ്ടാമത്തെ ഫായിദ, അന്നൽ അബ്ദ ഇദാ ബലഗൽ ഗായത ഫിൽ ഇബാദത്തി വതമറാതിഹാ കാന ദാലിക അദ്ആലഹു ഇലൽ മുവാളബത്തി അലൈഹാ ഇസ്തിബ്ഖാഅൻ ലിനിഅമതി വസ്തിസാദത്തൻ ലഹാ ബിശ്ശുക്രി അലൈഹാ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫായിദയാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യൻ ഇബാദത്തിൻ്റെ വിഷയത്തിൽ എത്ര അങ്ങേതലെത്തിച്ചാലും ആ ഇബാദത്തിൻ്റെ ഫായിദകൾ, ഉയർന്ന മർത്തബകളെത്തലും, അതിൻ്റെ യഖീൻ വരലും, സ്വർഗത്തിൻ്റെ അവകാശിയാകലും, ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ പാപികൾക്ക് ശിക്ഷകൾ ലഭിക്കാതിരിക്കലുമാണ് ഇബാദത്തിൻ്റെ ഫായിദ. അത് അവർ എത്ര തന്നെ ചെയ്താലും അത് അവരെ ആ ഇബാദത്തുകളുടെ മേലിൽ പതിവാക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നതാണ്. ആ നിഅമത്തിനെ ബാക്കിയാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ മേലുള്ള ശുക്രിനെ ധാരാളമായി ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനും വേണ്ടി അള്ളാഹു ഒരാൾക്ക് എത്ര അനുഗ്രഹം ചെയ്താലും അവർ ഇബാദത്ത് കുറക്കല്ല ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതല്ലേ, ഞാൻ നിങ്ങളിൽ വെച്ച് എല്ലാവിധ ഇബാദത്തിൻ്റെയും ഖൽബിയായും ജസദിയായും ശാരീരികമായും മാനസികമായും ചെയ്യേണ്ട എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അത് മുഴുവൻ ചെയ്യുന്നവൻ ഞാനാണ്. ഇന്നാത്കാക്കും വഅലമക്കും ബില്ലാഹി അനാ. അപ്പോൾ അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്തോ, എത്ര വലിയവരായോ അവർ തമ്മാടിത്തരം ചെയ്യല്ല വേണ്ടത്. ഇന്നത്തെ ചില ജാഹിലീങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ. വലിയവരാകുമ്പോൾ എന്ത് തെറ്റും ചെയ്യാം, അവർ വലിയോലല്ലേ, അവർക്ക് അതിൻ്റേതായ അനുമതി റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അത് കള്ള സൂഫിമാരും അങ്ങനെ തന്നെയാണ്, കള്ള ഔലിയാക്കളും അങ്ങനെ തന്നെയാണ്. അവരും അള്ളാഹുമായി പ്രത്യേക ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് ഹലാലുമില്ല ഹറാമുമില്ല.
ഇന്ന് ഈ വിഷയം പല ജാഹിലീങ്ങളും പല അന്തംഗമ്മികളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വലിയോരായാൽ എന്തും ചെയ്യാം, സാധാരണക്കാർക്ക് തെറ്റൊന്നും ചെയ്യാൻ പറ്റായുള്ളൂ. കാരണം വലിയോര് ചെയ്താൽ തെറ്റാവൂല. കാരണം അറിഞ്ഞുകൊണ്ട് തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യല്ലേ, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ തെറ്റല്ല. ഇങ്ങനെയുള്ള പൊള്ളത്തരങ്ങൾ അതിനൊക്കെ മറുപടിയാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഞാനാണ് ഏറ്റവും വലിയ അമൽ ചെയ്യുന്നവൻ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവൻ ഞാനാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കുന്നവൻ ഞാനാണ്. മാനസികമായി ശാരീരിക ഹൃദയം കൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ച് ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും ഞാനാണ്. എൻ്റെ എല്ലാ സമയവും അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുന്നവനാണ്. അപ്പോൾ ഉയർന്ന നിലവാരം എത്തൽ, ഉയർന്ന ആളാവൽ, തമ്മാടിത്തരം ചെയ്യണം എന്ന് എനിക്ക് തെളിവല്ല. രണ്ടാമത്തെ ഫായിദ അതാണ് ഈ ഹദീസിൻ്റെ. മൂന്നാമത്തെ ഫായിദ, ഏതൊരു സ്ഥാനത്തും അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഹദ് നിശ്ചയിച്ചു കൊടുത്താൽ അവിടെ നിൽക്കണം, അതിൻ്റെ അപ്പുറം കടന്നുകൂടാ. 1, 2, 3 ദിവസങ്ങൾ മാത്രം വലിയ വലിയ ഇബാദത്തുകൾ ചെയ്തു. പ്രത്യേക സീസണിൽ ചെയ്തതല്ല, റമദാനിൽ ഫുള്ള് അതിൻ്റെ ഇബാദത്തിൻ്റെ മാസം മാത്രമാണ്. അങ്ങനെയുള്ളതല്ലാതെ ഹജ്ജിൻ്റെ സമയത്ത് അങ്ങനെയുള്ളതല്ലാതെ ഏതെങ്കിലും കുറച്ച് ദിവസങ്ങളിൽ വലിയ ഇബാദത്ത് ചെയ്തു പിന്നെ മുഴുവൻ ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് ഓരോരുത്തരും അവരവരോട് കഴിയുന്നത് മാത്രം ചെയ്യണം. മഹാന്മാരായ മശായിഖന്മാർ, ഷെയ്ഖന്മാർ, മുറബ്ബിയായ ഷെയ്ഖന്മാർ ഓരോരോ ഹദ് നിശ്ചയിച്ചു കൊടുത്താൽ ഫർള് മുഴുവനും ചെയ്യലോട് കൂടെ സുന്നത്തിനക്ക് പരിധി നിശ്ചയിച്ചു കൊടുത്താൽ അത് ചെയ്തോളണം. അല്ലെങ്കിൽ പ്രത്യേക സുന്നത്തുകൾ നിർണയിച്ചു കൊടുത്താൽ അയിമ നിൽക്കണം. നാലാമത്തത്, അന്നൽ ഔലാ ഫിൽ ഇബാദത്തി അൽ ഖസ്സു വൽ മുലാസമത്തു ലൽ മുബാലഗത്തു വൽ മുഗ്ളിബത്തു ഇല തർക്കി. ഇബാദത്തിൽ നഷ്ടപ്പെടലിലേക്ക് കൂട്ടുന്നതായ, പിന്നീട് ഒഴിവാക്കലിലേക്ക് ഓടിക്കുന്നതായ മുബാലഗത്തല്ല വേണ്ടത്, മിതത്വം വേണം. അഞ്ചാമത്തത്, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാദത്തിനോടുള്ള അവർക്കുള്ള ശക്തമായ ആഗ്രഹം അത് ഈ ഹദീസ് സ്വീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നതും ചെയ്തോ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അതിലേറെ ഇബാദത്തുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരല്ലാഹു തആല അങ്ങനെയുള്ള വിഭാഗമായി പഠിച്ചവരാണ്. നബി തങ്ങൾ ഇബാദത്തിൽ അവർക്ക് ക്ഷീണമില്ലാതെ വീണ്ടും 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 സിയാത്തിനെ തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സ്വഹാബത്തിൻ്റെ പ്രത്യേകതയാണത്. ആറാമത്തേത്, ശറഇന്റെ കൽപ്പനകൾക്ക് എതിരായി വല്ലതും കാണുമ്പോൾ ദേഷ്യം പിടിക്കണം. അത് അവരുടെ ആ ചിന്താഗതിയിൽ നിന്ന്, എതിര് ചെയ്യുന്ന ചിന്താഗതിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ഉതകുന്ന നിലക്കുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ച് അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ സ്വീകരിച്ചു കൊടുക്കുകയും വേണം. ഏഴാമത്തത്, ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹങ്ങളെ എടുത്തു പറയണം. അഹംഭാവമോ റിയാവോ വരുന്നില്ല. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാവുമെങ്കിൽ സ്വയം അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതിന് വിരോധമില്ല, അത് ജായിസാണ്. വമാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ആ നിലക്കും പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ വിഷയവുമായി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അഹംഭാവമോ അല്ലെങ്കിൽ സ്വയം പൊന്തലോ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി സ്വയം അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്ത് പറയാം. നബി തങ്ങൾ എടുത്ത് പറഞ്ഞല്ലോ, ഇന്നതകാക്കും വഅലമക്കും ബില്ലാഹി അനാ. എട്ടാമത്തത്, ലോക മുസൽമാൻ മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയവർ അമലിയും ഇൽമിയുമായ എല്ലാ അമലുകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം.